അങ്ങനെ നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഒരച്ഛൻ വരുന്ന വരക്കം കണ്ടോ? നമ്മളെ വീട്ടില് മയില് വന്ന് ഗൈസ്. മയില് അച്ഛനെയും അമ്മയും കാണാം. കുഞ്ഞാട്ടിയമ്മ വീട്ടിൽ അതിഥികൾ തിരിക്കുന്നു. സുഹൃത്തുക്കളെ ഇതാരത്? ആരറിഞ്ഞൂടെ? ഹായ്. അച്ഛനെയും അമ്മയും കാണാം. കുഞ്ഞാട്ടിയമ്മ. കുഞ്ഞാട്ടി എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയത്തില്ല. മൃദുലെ വീട്ടിൽ വിളിക്കുന്ന പേരാട്ടാ കുഞ്ഞാട്ടി. കുഞ്ചു മാങ്ങ അല്ല ഈ സമയത്ത് എന്താ? അത് ഓരോരുത്തർക്കും ഓരോ ഡിപ്പെൻസ് ഇല്ലേ എങ്ങനെ കഴിക്കുന്നത്. ലെവക്ക് ചക്കവറ്റില് മാങ്ങ ഇഷ്ടമാ. മാങ്ങ അങ്ങനെ കഴിക്കത്തില്ല. അതാ വണ്ണം വെച്ചാ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മൃദുലേക്ക് കണ്ടിട്ട്? ചെറുതായിട്ട് മൃദുലയുടെ ആ ഒരു ഇതൊക്കെ പോയില്ലേ മുഖത്ത് അറിയാറുണ്ട്. ഷോ പറയണ്ടായിരുന്നു. ഇപ്പൊ ഇച്ചിരി ലുക്കായി. ഓ ചേച്ചി ഒന്നും ഹാപ്പി ആയ? എല്ലാരും ഉണ്ട് കൈസ്. എല്ലാരും വന്നിട്ടുണ്ട് കൈസ്. അങ്ങനെ രണ്ടാമത്തെ 3 ഡെലിവറി കഴിഞ്ഞതിന്റെ എക്സ്പീരിയൻസ് ആണ് സുഹൃത്തുക്കളെ ഇപ്പൊ ഷെയർ ചെയ്തത്. ഫസ്റ്റ് നോർമല്, രണ്ടാമത് സിസേറ്. ഓക്കെ പിള്ളേർ സെറ്റ് ചേട്ടാ വന്നിട്ട് കുറച്ചു നേരമായി. വേണ്ട മൂന്നാമത്തെ ഒരാൾ വരുന്ന ഇങ്ങനെ ആകുമ്പോ അപ്പൊ ഇവിടെ എല്ലാരും ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് ബൈ. ഇനി ഉമ്മ വാങ്ങുന്ന കൊടുക്കുന്ന ആൾ എണീറ്റിരുന്ന് കൊറേ വയ്യ. എടാ നിന്നെ പ്രസവിച്ചത് പുല്ലൂർ ഹോസ്പിറ്റല്. ഇപ്പൊ പറഞ്ഞമ്മ വെള്ള തുണി പൊതിഞ്ഞു. പിന്നെ കൊച്ചു പിള്ളേരെ പിന്നെ ചാക്കിനകത്ത് പൊതിഞ്ഞു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ കണക്ക് തന്നെയാണ്. അത്രയ്ക്കും വൃത്തിയും അത്രയ്ക്കും ഹൈജീനും ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് പുല്ലൂർ. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് ലാബിൽ കയറി ഇവക്കൊരു 4-5 ടെസ്റ്റിന് എഴുതി തന്നായിരുന്നു പുറത്തുനിന്ന്. അപ്പൊ അതിന്റെ റിസൾട്ട് കൂടി വാങ്ങണം. അത് എന്തിന്റെയൊക്കെ ആയിരുന്നു? ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുമോ? അവളെ കേൾപ്പിക്കും. നമ്മളൊക്കെ സ്കാനിങ്ങിന് പോകുമ്പോഴേ നമുക്ക് കാണാമായിരുന്നു. പിന്നെ സാധാരണക്കാരെ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഈ OP എടുക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. പോയി ക്യൂവിൽ നിന്ന് നമ്മൾ ഊപ്പാട് വരും. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. നമ്മൾ ആദ്യം 2 വട്ടം ഡയറക്റ്റ് പോയി OP എടുക്കുകയും ചെയ്തത്. പക്ഷെ അങ്ങനെ വേണ്ട, നമുക്ക് ഓൺലൈൻ വഴി നമുക്കിപ്പോൾ പോകുന്നതിന് 2 ദിവസം മുമ്പ് നമുക്ക് e-Health കേരള എന്ന് പറഞ്ഞ് ഒരു വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് വേറെ അതിനൊരു സെപ്പറേറ്റ് ക്യൂ ഉണ്ട്. അവിടെ വേറെ ക്യൂവോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അതവിടെ കൊണ്ട് കാണിക്കുക, അപ്പോഴേ അവർ എഴുതി തരും. നമുക്ക് നേരെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോകാം കേട്ടോ. ഭയങ്കര ഈസിയാണ്. അപ്പം ഗൈസ് ഞാൻ പോയിട്ട് അവിടെ ലാബിൽ നിന്ന് റിസൾട്ട് വാങ്ങിച്ചിട്ട് വരാം ഗൈസ്. ബില്ലടയ്ക്കാനുള്ള ക്യൂ ഉണ്ടോ സുഹൃത്തുക്കളെ? ക്യൂ. അങ്ങനെ നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. സ്കാനിങ്ങിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഹാർട്ട് ബീറ്റ് ഒക്കെ കേട്ട് സുഹൃത്തുക്കളെ. സോ ഹാപ്പി. നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ്, പിന്നെ ഇല ആഹാരമൊക്കെ കഴിക്കാൻ പറഞ്ഞ്, പിന്നെ കിടക്കാൻ നേരത്ത് ഇടത്ത് തിരിഞ്ഞ് കിടക്കാം. കിടക്കുമ്പോ ഇടത്ത് സൈഡൊക്കെ തിരിഞ്ഞൊക്കെ കിടക്കാനൊക്കെ പറഞ്ഞു കേട്ടോ അവളോട്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അമ്മ ഗർഭിണിയായിട്ടിരിക്കുമ്പോ അമ്മ എന്തൊക്കെ കഴിച്ച? ഇഷ്ടംപോലെ മുട്ട കഴിക്കുമായിരുന്നു, പാല് കഴിക്കുമായിരുന്നു, ഈ ഇല ചീരത്തോരം കഴിക്കും, മുരിങ്ങയില. നമ്മളവിടെ വയലിൽ ഇഷ്ടംപോലെ ചീര ഉണ്ടായിരുന്നു. വയലിൽ കിടക്കുവോ ചീര? വളർത്തൊന്നല്ലേ? പിന്നെ വാഴക്കൂമ്പ് കയറി പ്രവീണതോണ്ടെ ചീരയൊക്കെ മേടിച്ചോണ്ടായിരുന്നു കേസ് തന്നെ. ഒരച്ഛൻ വരുന്ന വരക്കം കണ്ടോ?
എന്തായാലും ഇപ്പഴേ തീറ്റിക്കാൻ പോവാണ്. തമിഴ് ചേച്ചി ആശീർവദിച്ചു. ഞാൻ 10 രൂപ ഡിസ്കൗണ്ട് ചോദിച്ചു. കൂട് തങ്കോ. എന്തിനാ മേടിച്ച? ചീര. ചുമന്ന ചീരയുണ്ട്, പച്ച ചീരയുണ്ട്, നെല്ലിക്കയുണ്ട്. മീൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് വീട്ടിൽ ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ ചെന്നിട്ട് വേണം അമ്മയ്ക്ക് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു വാങ്ങുന്നു? കൊഞ്ചുണ്ട്, ചൂരയുണ്ട്, അയലയുണ്ട്. അതിൽ നമ്മൾ ഈ കൊഞ്ച് വാങ്ങിച്ചു കേട്ടോ. നമ്മളെ വീട്ടിൽ മയില് വന്ന് കൈസ്. മയില് അത് തുറക്കുമ്പോൾ പറന്നു പോകുന്നു. പതുക്കെ തുറക്കണേ. 1 2 2 ഉള്ളു. മാലയെല്ലാം കുത്തിപ്പറിച്ചിട്ട് ഇവിടെ സ്ഥിരം വരുന്നത് ഇവിടെ ഉള്ളതാ ഇത്. എല്ലാ വീട്ടിലും വരും. ഇത് കാറിന്റെ മോളിൽ കയറുന്ന കാറ് സ്ക്രാച്ച് ആക്കും കൈസ്. അതേ ഉള്ളൂ ഇത് ചെയ്യുന്ന ആകപ്പാടുള്ള ഒരു ഉപദ്രവം. ഏകാഴ്ച നമ്മളിത് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് മൃദുല റെസ്റ്റ് ആണ് സുഹൃത്തുക്കളെ. റെസ്റ്റ്. അമ്മ അതേ മീൻകറി രാത്രിത്തേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കൊച്ചു റൂമിലാണ്. ഇന്ന് എല്ലാവർക്കും പോയിട്ടെങ്കിൽ ക്ഷീണമായിരുന്നു കേട്ടാ. അമ്മയ്ക്ക് മാത്രം ക്ഷീണമില്ല. ഇന്ന് കൊഞ്ചായില്ലേ? അത്ര ഉള്ള അമ്മ കൊഞ്ച്. എന്റെ പൊന്നെ വാങ്ങിച്ചപ്പോ തോനെ ഉണ്ടായിരുന്നു. കൊഞ്ച് പൊളിച്ച് വരുമ്പോ ഇത്തിരിയേ ഉള്ളു. ഇതിനിപ്പോ ഇത്ര നീളമെങ്കിലും ഉണ്ട്. കറിയിലിടുമ്പോ അത് ഇത്രയും വരും. ഇനിയും ചുരുക്കും. അവക്കിപ്പോ ഒന്നിനോടൊരു താല്പര്യമില്ല ഫുഡിന് കഴിക്കാൻ വേണ്ടിട്ട്. ഈ ടൈം എല്ലാവർക്കും ഇങ്ങനെയാണോ? ഛർദില് ഛർദിച്ചിട്ടാ നീയൊക്കെ ഇപ്പൊ ഇങ്ങനെ നിക്കുന്ന. ഇതോളൊക്കെ ചീര തിന്ന്, മുട്ട തിന്ന്, പാല് തിന്ന്, വിറ്റാമിൻ ആഹാരമൊക്കെ തിന്നിട്ടാ ഇങ്ങനെ നിക്കുന്ന. നമ്മള് ഛർദിച്ച് മധുര രാവിലെ എണീക്കുന്നതേ ഞാൻ വാളിന്റെ ശബ്ദം കേട്ടിട്ടാ. ചെറു എല്ലാ ദിവസവും വൊമിറ്റ് ചെയ്യും. മനമറുപ്പ ബ്രഷ് ചെയ്യാൻ നേരത്ത് വൊമിറ്റ് ചെയ്യും. അങ്ങനെ ഫുഡിന്റെ ചില മണങ്ങൾ കേൾക്കുമ്പോ വൊമിറ്റ് ചെയ്യും. ഞാൻ മെനങ്ങാന്ന് അവൾ അടുത്തിരുന്ന് ചിപ്സ് തിന്നേ. അപ്പോൾ സ്മെല്ല് എന്തോ എടുത്തപ്പോഴും ഞാൻ കടയിൽ പോയി ഉള്ളിയും പിടിച്ച് അത് വണ്ടിക്കത്തെറിയുമ്പോ നാറുന്നു. ഭയങ്കര നമ്മളെ അടുത്തിരുന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴേ അവർക്ക് മനം മറിച്ച് വൊമിറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാനും അവൾ അടുത്തിരുന്ന് ഇപ്പൊ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. കടു കിട്ടോ. പുളി കണ്ടോ? മറ്റേ പുളിയെ ഇടാനുള്ളത് അത് ഇല്ല, തീർന്നു. പിന്നെ വേണ്ടില്ല. കുടംപുളി. നമ്മളെ ഈ പുളി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കുടുംബ വീട്ടിലെ പുളിയാണ്. ഇതാണ്ട് ഇത്രയല്ലേ ഉള്ളമ്മ മൊത്തം. ഏതോ ഒരു വീഡിയോക്കകത്ത് ഈ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ആരൊക്കെ ചോദിച്ച് ആ അതി കെട്ടി വെച്ചേക്കുന്ന എന്തുവന്ന്. കുറെ പേർക്ക് അറിയായിരുന്നു പുളിയാന്ന് പറഞ്ഞു. അത് ഇവിടെയായിരുന്നു ഇരുന്നത്. പിന്നെ സ്ഥാനം മാറ്റി അങ്ങനെ. അതും പുളിയാണ് കേട്ടോ. ഇത് നമ്മൾ കൊത്തി വെച്ച തേങ്ങ. അരിയ മറന്നു പറഞ്ഞു. കൊച്ചുള്ളി, സവാള ചോപ്പ് പരളുപ്പാണ്. നമ്മൾ ഉപ്പൂടിയൊക്കെ മാറ്റി. മല്ലിപ്പൊടി, ഉലുവപ്പൊടി, മഞ്ഞപ്പൊടി. കൊഞ്ചിന് വെൽക്കം. തേങ്ങ വറുത്തരച്ച് വെച്ചേക്കുന്നു. തേങ്ങ മാത്രം ഉപ്പിട്ടിട്ടുണ്ടത്? ഇല്ലില്ല, തേങ്ങ വെച്ച് മുളക് പൊടി ഇട്ട്. നല്ല തിക്ക് ഗ്രേവി കിട്ടിയില്ല പൈസ. ഇപ്പൊ ഇവിടെ കിടന്ന് കറിയൊക്കെ തിളക്കട്ടെ. അപ്പൊ മൃദുല അവിടെ ഉറക്കുവാണ്. ഞാൻ ഇവിടെ വിളിച്ചിട്ട് വരാം കേട്ടോ. അമ്മ നമ്മുടെ അടിപൊളി കൊഞ്ചേറിയൊക്കെ വെച്ചോണ്ടല്ലേ കിട്ടില്ല മണം. തിക്ക് ഗ്രേവി. മതി കിടന്നത് വേണീര്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവരാൻ പോവാന്ന്. രാവിലെ എണീക്കണം, കറക്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്ത് കഴിച്ചിട്ട് കിടന്ന് കുറച്ച് നേരം ഉറങ്ങണം, പിന്നെ വൈകിട്ടൊക്കെ എണീറ്റൊക്കെ നടന്ന് കുറച്ച് വീട്ടിലെ കുറച്ച് തൂക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ എപ്പോഴും കിടക്കാതെ എന്നാൽ റെസ്റ്റും എടുത്ത് എന്നാൽ ജോലിയും ചെയ്ത് എല്ലാം നല്ല ടാലിയായിട്ട് പോകണം. എന്നാലേ നല്ല ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ. രാവിലെ എണീക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഉറക്കം രാത്രി ലേറ്റായിട്ട് കിടന്നുറങ്ങും. അതിന് ഞാൻ തന്നെയാണ് കാരണക്കാരൻ. ദാണ്ടെ റൂമിൽ ടി വി വെച്ചായിരുന്നു കേട്ടാ. ടി വിയിൽ സിനിമയും കണ്ട് രാത്രി ഫുള്ള് കിടന്നുറങ്ങിയിട്ട് വെളുപ്പാങ്കാലമാവും കിടന്നുറങ്ങുമ്പോൾ സീരീസൊക്കെ കണ്ടിട്ട്. എന്നിട്ട് രാത്രി ഉച്ചയാവും. ഫസ്റ്റ് ടൈം ഒരു ഫുഡും കഴിക്കാൻ തോന്നില്ല.
ഒന്നും വേണ്ട, എന്താലോചിക്കുന്നോ അതൊന്നും വേണ്ട. കഞ്ഞിയാണെങ്കിൽ കുടിക്കാം. ഇപ്പൊ 2 ദിവസമായിട്ട് മൃദുല കഞ്ഞിയും പയറും കഴിക്കണം. കഞ്ഞി അതും അതേ കുടിക്കാൻ തന്നുള്ളൂ, ചോറും ഒന്നും വേറെ. എല്ലാം ഓക്കെ അവിടെ. ഛർദില്, ഡെയിലി ഛർദില്. എവിടെയും പോണോന്നുമില്ല, ഒന്നും ചെയ്യണോന്നുമില്ല. ഞാൻ എല്ലാവരും ചോദിച്ചായിരുന്നു, ഇന്ന് അവിടെ ലാബിൽ വന്നപ്പോഴും കുറെ ഡെലിവറി കഴിഞ്ഞ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലായിടത്തും നമ്മൾ ഓരോരോ ഡൗട്ടുകളൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത്. എല്ലാവർക്കും ഇങ്ങനെയാണ് 3 മാസം ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിൽ ചിലവർക്ക് ഒരു അങ്ങനെ ബുദ്ധിമുട്ട് കാണത്തില്ല. പക്ഷെ ഇത് 3 മാസം കഴിയുമ്പോൾ ചേച്ചി പറഞ്ഞേ എല്ലാം ഓക്കെ ആവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഛർദിലാണെന്ന് പറയും. അങ്ങനെ ഇങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടില്ല, വല്ലപ്പോഴും ഛർദിക്കും. എന്നാലും ഈ ഒരു 3 മാസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. പാറമല പൊട്ടി പരമശി വഞ്ഞെട്ടി പാർവതിക്കൊരു കോട്ടെ എന്തിനൊക്കെ തിന്നാൻ. ആശുപത്രി പോയപ്പോഴും പറഞ്ഞു ചീര തിന്നണമെന്ന്. ചീരയും കൊഞ്ച് നല്ല വറുത്തരച്ച്, പിന്നെ അച്ചാറ്, അച്ചാറുണ്ട്, കറി സൂപ്പറാണ്, അടിപൊളി കറി. തന്താനേ നാനേ താനോ അടിപൊളി കറി. എരിയുണ്ട്. നാളെ ഉച്ചയ്ക്കും എനിക്ക് തന്നെ ഈ കറി തന്നെ. നാളെ ഇനി എന്താണാവോ വേണ്ടെന്ന് ഇത് തന്നെ ചൂടാക്കി. മുറുവിനിപ്പോ ഭയങ്കര സുഖമാ. ഉറക്കമില്ലേ നിങ്ങൾക്ക്? ഉറക്കമില്ല. നീ അമ്മ ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെ കിടക്കുന്നതെന്നൊക്കെ. അവനവന്റെ റൂമിൽ പോയി കിടന്നേ. അവിടെ അമ്മ AC ഒക്കെ ഇട്ട് നല്ല ഇതിപ്പോ ആശുപത്രി ടെസ്റ്റിന് പോയത്. നമ്മളിന്ന് സ്കാനിങ്ങിന് പോയ ഒരു ദിവസം വരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ദിവസം പോയി ഡോക്ടറിനെ ഒന്ന് കാണാനുള്ള ശരത്തിലും കാര്യങ്ങളും കുറവില്ല. അപ്പൊ അതൊന്ന് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ബൈ.